ഹലോ ഗായ്സ്, വെൽക്കം ടു മെൽക്ക് ഔട്ട് സ്റ്റോറീസ്. ഇന്നൊരു വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഔട്ട് വ്ലോഗ് എടുക്കാം. കുറേ നാളായി ഇങ്ങനെ ഇച്ചിരി ലേസി ഒക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് ഇടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഔട്ട് വ്ലോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു 12 ഒക്കെ ആയി. ഇപ്പം ഞാനും അച്ഛമ്മയും കൂടി പുറത്ത് പോയിട്ട് ലഞ്ചിന് പോവാണ്. ഒരു ചെറിയ ലഞ്ച് ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹെയർ കളറിങ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ഇയേഴ്സ് ആയി ഞാൻ കളർ ചെയ്തിട്ട്. അപ്പോൾ ഒന്ന് ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അച്ചുവിൻ്റെ സിസ്റ്റർ അഞ്ജലിയത്ത് പോയിട്ടാണ് രാത്രി സ്റ്റേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അച്ചുമ്മ, ഞാൻ ഹെയർ കളർ ചെയ്യണതിനോട് എന്താണ് ഒപ്പീനിയൻ? ബ്ലൂ അടിക്കട്ടെ? അതെന്താ, എനിക്ക് ബ്ലൂ അടിച്ചൂടെ? ടോക്സിക് ഹസ്ബൻഡ്. അയ്യോടാ, എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണിത് അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്നെ ഹെയർ കട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ തല്ലും. ഇന്ന് കട്ട് ചെയ്യുന്നില്ല, ബട്ട് ഇൻ ഫ്യൂച്ചർ അല്ലേ? എങ്ങനെ നോക്കട്ടെ, എന്താ എങ്ങോട്ടാ ബുക്കൊക്കെ എടുത്തിട്ട്? ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ മുടി കളർ ചെയ്യാൻ പോട്ടെ, ബ്ലൂ അടിച്ചിട്ട് വരാം. ചെയ്യട്ടെ? അമ്മയോട് ചോദിക്കാം. മുടി വരെയല്ല പോടന്ന് ചെയ്തോണ്ട് ഈ പടി കേറി പോരുത്. ഞാൻ ബ്ലൂ അടിക്കണേ. അപ്പൊ ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഞങ്ങളിപ്പോ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി. നേരത്തെ പൊക്കോണ്ടിരുന്നതാണ്. പിന്നെ ഒരു 2 months ബ്രേക്ക് വന്നിട്ട് പിന്നെ പോകാൻ ഭയങ്കര മടിയായിരുന്നു. രാവിലെയാണ് പോണത്. അപ്പോൾ രാവിലെ എണീക്കാനും നോർമൽ ടൈമിങ് ഈസ് ഫ്രം 8 o'clock to 9 ആണ്. പക്ഷേ ഈ വീക്കെൻഡ്സിൽ, ഈ സാറ്റർഡേയ്സ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് 5 മണിക്കൊക്കെ വെക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 45 days ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു 15 minutes ചിലപ്പോൾ ആപ്സ് വർക്കൗട്ട് വരും, കോറ് വരും, ഡെഡ് ലിഫ്റ്റ് ആരാ കൂടുതൽ പോക്കുന്നത്, ഏറ്റവും കൂടുതൽ പുഷപ്സ് എടുക്കുന്നത് ആരാ, അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പോയിന്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഒരു റിഫ്ലെക്സ് റണ്ണും പിന്നെ ടയർ ഇങ്ങനെ പൊക്കുന്നതും. എന്താ ടയർ ഫ്ലിപ്പ്, അതായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീക്കുന്നതിന്റെ ഒരു ഇതുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാ ദിവസവും എണീറ്റ് ആ ഒരു മടിയും ആക്ച്വലി മാറി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ജിം ഷോട്ട്സ് കണ്ടാലോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലാസ്റ്റ് ഒരു 2 months ഒക്കെ ആയിട്ട് ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട്. ബേസിക്കലി അത് നമ്മൾ ടൂറും അവിടെ ഇവിടെയൊക്കെ പോകുന്നതുകൊണ്ടിട്ട്, കല്യാണങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്തതാണ്. ഞാൻ ഫുഡ് കഴിച്ചാൽ അപ്പം തന്നെ വണ്ണം വെക്കുന്ന ഒരു ബോഡി ടൈപ്പുമാണ് എൻ്റെത്. അപ്പോൾ ഈ ഒരു 45 days ഇന്നൊരു 27th day ആണ്. അപ്പോൾ ഇത്രയും ഡേയ്സ് ആയിട്ട് ഞങ്ങൾ അത്യാവശ്യം ഫുഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. ഈ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഭയങ്കര കട്ടഡായിട്ട് അങ്ങനെയൊന്നുമല്ല, പക്ഷെ പോർഷൻ കൺട്രോളൊക്കെ ചെയ്ത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ബിക്കോസ് ഇനി കുറച്ച് കഴിയുമ്പോൾ അച്ഛമ്മയുടെയും, അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കല്യാണം വരാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കഴിക്കണമെങ്കിൽ ഇപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്താലല്ലേ അപ്പോൾ നന്നായിട്ട്. അത് കോഴിക്കോടും അവിടെ പൂനെയിലൊക്കെയാണ് പരിപാടി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ട്രാൻസ്ഫോം ചെയ്യുന്നത്. അവർ പോലും എന്ത് ചെയ്തില്ല, അവര് മിണ്ടിയില്ല. ചുമ്മാടെ ചോദിച്ചേ, അവര് പോലും വർക്കൗട്ട് ചെയ്യുന്നില്ല. അവർ ഞങ്ങളോടൊക്കെയാ, നിങ്ങളല്ലല്ലോ കല്യാണ ചെക്കനും പെണ്ണൊന്നും. പക്ഷെ അവർക്ക് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യണ്ടേ? എന്തൊരു ഓവറാലേ. പിന്നെ ഞാൻ ഇന്ന് കളർ ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഒരു കറക്റ്റ് ഒരു 2 years ആയി ഹെയർ കളർ ചെയ്തിട്ട്. 2023 നവംബറാണ് കളർ ചെയ്തത്. ഇത് 2025 നവംബറാണ്. വീണ്ടും ബാക്ക് ടു ഹെയർ കളർ. ഞാനൊരു കളർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ എൻ്റെ തലയിൽ വരും എന്ന് എനിക്ക് ഭയങ്കര വൈബ്രന്റ് അങ്ങനെയൊന്നുമല്ല, നോർമൽ സട്ടിലല്ല, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളർ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ. അത് എങ്ങനെ വരും എന്നുള്ളൊരു സ്ട്രെസ് ഇല്ല ആൻഡ് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നന്നായി വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
ഫ്രഞ്ച് ടോസ്റ്റിലാണ് വന്നത്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ്. കിൻവ സാലഡും തായ് ഗ്രിൽഡ് ചിക്കൻ സാലഡ് ആൻഡ് സാൻഡ്വിച്ചാണ് പറഞ്ഞത്. ആക്ച്വലി നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സാലഡ്സ് ആയിരുന്നു. അവിടെ ഇരിക്കുന്ന പേസ്ട്രീസൊക്കെ കണ്ട് നന്നായി ക്രേവിങ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നെ തന്നെ നന്നായി കൺട്രോൾ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫ്രഞ്ച് ടോസ്റ്റിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി അവിടുത്തെ സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് ആണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. പക്ഷേ ഈ പ്രാവശ്യം അത് കഴിച്ചില്ല. ഷുഗറൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് അതങ്ങ് അവോയ്ഡ് ചെയ്തു. സാലഡാണ് കഴിച്ചത്. പക്ഷെ അതും ആക്ച്വലി നല്ല സാലഡായിരുന്നു. ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ അങ്ങനെ എന്തോ സാലഡ്. അച്ഛമ്മയുടെ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി. ഇനിയിപ്പോൾ ഹെയർ കളറിന് പോവാണ്. എങ്ങനെ വരും ഒന്നും എനിക്കറിയില്ല. അതെ ഇങ്ങനെ ബ്ലാക്കി ആയിട്ട് പോവാണ് ഇപ്പോൾ. അപ്പോൾ ദാ എൻ്റെ ഹെയർ കളർ ചെയ്തു. ഇതൊരു കാരമൽ ആൻഡ് ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഞാൻ കൊടുത്ത എക്സാക്ട് കളർ വന്നില്ല. ബട്ട്സിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഹലോ, ഇതാരാ? ഭയങ്കര കംപ്ലൈന്റാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന്. അപ്പൊ ഇതാരാ? ഞങ്ങൾ ചിക്കൻ മാത്രമേ കഴിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഇനി അഞ്ജലിയുടെ ഫ്ലാറ്റിലോട്ട് പോവാണ്. അപ്പൊ ഇതാണ് എന്റെ അഞ്ജലി ചേച്ചി. ചേച്ചിയല്ല, അതെ ചേച്ചിയാണ്. അതല്ല, എന്നാലും പ്രായം വെച്ച് നല്ല പ്രായം ഉണ്ടല്ലേ. നോക്കത്തെ കാണാൻ എങ്ങനെയുണ്ട്? സുന്ദരിയാണോ? അച്ഛമ്മ സുന്ദരിയാണോ? ഇത് ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ, പ്രായമൊന്നുമില്ല. ഇത് നമ്മുടെ അച്ഛൻ്റെ യങ്ങർ സിസ്റ്റർ അഞ്ജലിയാണ്. നാളെ ബിഗ് ബോസ് തീർന്നതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ. അപ്പൊ വ്ളോഗ് അവസാനിപ്പിച്ചാലോ? ശരി. അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഔട്ട് വ്ളോഗ് തീരാണ്. ഞങ്ങൾ അഞ്ജലിയുടെ ഫ്ലാറ്റിലാണ് സ്റ്റേ ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താ വാച്ച് ചെയ്യുന്നത്? ബിഗ് ബോസ്. ഇന്നും കൂടി നാളെയും കൂടി ഉള്ളതിന്റെ വിഷമമാണത് അല്ലേ? അപ്പൊ അത്രയ്ക്കുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.